ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എണീക്കുമ്പോൾ വല്ലാത്തൊരു ക്ഷീണത്തോട് കൂടിയിട്ടാണ് എനിക്ക് വരുന്നതെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നമ്മുടെ കൊള്ളാവും. ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വയ്യ ഒരു തണുത്ത മട്ടിൽ അങ്ങനെ ഇരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ക്യാരറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ധാരാളം വൈറ്റമിൻസ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് ക്യാരറ്റ് എന്ന് എല്ലാവർക്കും അറിയാലോ. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ്. ക്യാരറ്റിലും ബീട്രൂട്ടിലും ധാരാളം വൈറ്റമിൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ഇവ രണ്ടും അപ്പോൾ ഒരുമിച്ച് നമുക്ക് കിട്ടുകയാണെങ്കിലോ? ഇത് രണ്ടും വെവ്വേറെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ദഹനമൊക്കെ മെച്ചപ്പെടുത്താനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് വെജിറ്റബിളാണ് ക്യാരറ്റും ബീട്രൂട്ടും. അപ്പോൾ ഇതാ നമ്മളിവിടെ ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. ഒത്തിരി ഹെൽത്തി ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാക്കുക. ഇത് സാധാരണ വെറും വയറ്റിൽ കുടിക്കാനാണ് പറയുക. ചിലർക്ക് ഇത് വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ദഹനക്കേടും വായുകോപം അതുപോലെ വയറിങ്ങനെ വീർത്തിരിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ അനുഭവപ്പെടും കേട്ടോ. പിന്നെ മാത്രമല്ല ഇതിൽ ധാരാളം ഓക്സിലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൃക്കയിൽ കല്ലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, രക്തസമ്മർദ്ദം പെട്ടെന്ന് കുറയ്ക്കും. അപ്പോൾ ലോ BP ഉള്ളവരൊക്കെ രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അലർജി ഉള്ളവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ മുഖത്ത് നമ്മുടെ ചുളിവുകളും പിന്നെ ശ്വാസം മുട്ട് അതുപോലെ എന്താ പറയുക പലതരം പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ. ഇപ്പോൾ നമ്മളിവിടെ ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ തയ്യാറാക്കണമെന്നും കൂടി കാണാം. ഇതാ കണ്ടില്ലേ, ക്യാരറ്റ് ബീട്രൂട്ട് ഇഞ്ചി ഒക്കെ സെറ്റാണ്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയില്ലേ പിന്നെ എപ്പോഴാണ് ഈ ജ്യൂസ് കുടിക്കേണ്ടതെന്ന്? അപ്പോൾ നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ജ്യൂസ് കുടിക്കേണ്ടത്. നമ്മൾ പറഞ്ഞല്ലോ ധാരാളം വൈറ്റമിൻസ് ഉണ്ടെന്ന്. ഇത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് ഒത്തിരി ഗുണങ്ങൾ ചെയ്യും കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ പാടുകളൊക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് തോന്നും. അതുപോലെ ചെറുപ്പം നിലനിർത്താനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ജ്യൂസ്. ഇതാ നമ്മളിനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അരിച്ചെടുത്ത് കഴിക്കുന്നവരുണ്ട്, അല്ലാതെ ഇങ്ങനെ തന്നെ കുടിക്കുന്നവരുണ്ട്. ഇപ്പോൾ ദാ നമ്മളിവിടെ നല്ല പോലെ ഫൈനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ തണുത്ത വെള്ളം ചേർത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഇത്രയ്ക്കേ വേണ്ടൂ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ധാരാളം നാരുകൾ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താനും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നമുക്ക് നല്ല സ്റ്റാമിന കിട്ടാനും ഒക്കെ ഈ ജ്യൂസ് ഒത്തിരി ഹെൽപ്പാണ്. പഴമക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കുകയാണെന്ന്. അത്തരത്തിൽ പല അസുഖങ്ങൾക്കും പരിഹാരം കാണുന്നതിന് തുടക്കത്തിൽ തന്നെ ഇതുപോലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മതി കേട്ടോ. മധുരം ചേർക്കാതെ കുടിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലത്. അതുപോലെ തന്നെ പ്രമേഹം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇനിയിപ്പോൾ അമിത വണ്ണം ഉള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കാനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഡ്രിങ്ക്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഈ ഡ്രിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കി എഴുതുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.